ഓച്ചിറയ്ക്ക് തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കുറേയേറെ വാഹനങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റോഡിൽ കൂടിയാണ് കടന്നു വരുന്നത്. ആ വാഹനങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോയെങ്കിൽ മാത്രമേ VSനെ വഹിച്ചുകൊണ്ടുള്ള VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് ഓച്ചിറയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും റെഡ് വാളണ്ടന്മാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ പുഷ്പങ്ങളുമായി ഓരോ ആൾക്കാരും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും അതുതന്നെയായിരുന്നു മോദി. ഇന്നലെ 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹം യാത്ര ആരംഭിച്ച സമയം മുതൽ ഈ നിമിഷം വരെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രവർത്തകരെയും കാണുമ്പോൾ അതുതന്നെയായിരുന്നു അവസ്ഥ. അവർക്കൊക്കെ തന്നെ VSനെ എത്ര വൈകിയാലും, നേരത്തെ പാലക്കാട്ട് നിന്നും മലപ്പുറത്ത് നിന്നുമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു, അവർക്ക് എത്ര വൈകിയാലും VSനെ ഒരു നോക്ക് കണ്ട് VSന് രക്തപുഷ്പം അർപ്പിച്ച് റെഡ് സല്യൂട്ട് നൽകി ലാൽ സലാം സഖാവേ എന്ന അവസാന സല്യൂട്ട് നൽകി ലാൽ സലാം പറഞ്ഞ് മടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ തന്നെ ഇനി തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകും. ആലപ്പുഴയിൽ നിന്ന് ഇവിടുന്ന് ഏതാണ്ടൊരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ ആലപ്പുഴയിലേക്കുള്ളത്. ആലപ്പുഴയിലേക്ക് ഇവരെല്ലാവരും തന്നെ പോകും. അവരെല്ലാം തന്നെ ഇവിടെ എത്തി വീണ്ടും VSന് അന്തിമ ഉപചാരം അർപ്പിക്കും. അല്പസമയത്തുള്ളിൽ തന്നെ VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് കടന്നു വരും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു വാഹനങ്ങൾ കടത്തിവിടേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശൂരനാടും ഓച്ചിറയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പാവുമ്പയിൽ നിന്നും ഒക്കെ തന്നെ എത്തിയ ആൾക്കാരാണ് ഈ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവസാനമായി ഉന്നോക്ക് കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് ഒരു നുള്ള പുഷ്പം അർപ്പിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒരു മടക്കയാത്രയാണ്. പക്ഷേ VS എന്ന് പറയുന്ന വിപ്ലവകാരി നമ്മുടെയൊക്കെ മനസ്സിൽ കോറിയിട്ട ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തകരായിരിക്കില്ല, പാർട്ടിയുടെ സജീവ പ്രവർത്തകരായവരുണ്ടാകാം, അവരെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി, അവർക്കെല്ലാം ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരേ മനസ്സാണ്. പ്രിയ സഖാവിനെ ഒന്ന് കാണുക. സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്തെന്ന അർത്ഥം കൂടി ഉണ്ടല്ലോ. ആ അങ്ങനെയുള്ള തങ്ങളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ തന്നെ സജീവമായി, അല്ലെങ്കിൽ തങ്ങളുടെ വിഷയങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒപ്പം തന്നെ തങ്ങളുടെ വിഷയവും അതിൻ്റെ ഭാഗമായി പരിഹരിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ സജീവമായി തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. 5:30 നല്ല മഴയുണ്ടായിരുന്നു. ആ പ്രദേശത്ത് നിന്ന ആൾക്കാർ അവിടെ നിന്നൊരു ശകലം പോലും മാറാതെ എല്ലാവരും ആ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, പാർട്ടി നേതാക്കന്മാർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം, എങ്ങനെയെങ്കിലും അവരെ മാറ്റണമെന്നുള്ള ഒരു ആവശ്യം പറയുന്നത്. മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ മാവേലിക്കര MLA അരുൺകുമാർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രി നേരിട്ടിറങ്ങി ആ വാഹനം കടത്തിവിടാൻ വേണ്ടിയുള്ള ശ്രമം. നമ്മുടെ സമയമെല്ലാം തെറ്റി. ഇപ്പോൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഓച്ചിറ പോലും എത്തിയിട്ടില്ല. 10,000-കണക്കിന് ജനങ്ങൾ ഇടതടവില്ലാതെ റോഡ് നിൽക്കുകയാണ്. ഓച്ചിറയിലെ അന്തരീക്ഷം കണ്ടില്ലേ? ഇവിടെ അതെ, ഇനി ആലപ്പുഴയിലോട്ട് കയറുമ്പോൾ വലിയ ജനനിബിഡമായിരിക്കും. എത്ര മണിക്ക് നടക്കും സംസ്കാരം? അല്ല, അവിടെ എത്തിയാൽ ഞങ്ങൾ സമയത്താണ്. നമുക്കവിടെ 8 മണിക്കെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജനങ്ങളെ സമ്മതിക്കണ്ടേ VSനെ കടത്തി? അതെ, 8 മണി എന്നുള്ളത് പ്രതീക്ഷ പോയി. അതെ, ഈ വണ്ടി ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടോട്ടെ. VSന്റെ വാഹനത്തെ കടത്തിവിടാൻ വേണ്ടി, ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആൾക്കാരെത്തി. CPM ജില്ലാ സെക്രട്ടറി എത്ര മണിയോട് സംസ്കാരം നടത്താൻ? നമ്മൾ 4 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര സമയമാവുമെന്ന് അറിയാൻ വയ്ക്കില്ല. എല്ലാ ഷെഡ്യൂളും തെറ്റിയല്ലോ. നമ്മൾ രാത്രി 8 മണിക്ക് അവിടെ എത്തേണ്ടതല്ലേ? ഇതാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. നമ്മുടെ ജില്ലയിലേക്ക് ഇതുവരെ അദ്ദേഹം കയറിയില്ല. അതാ പറഞ്ഞത്. ഇനിയിപ്പോൾ അതെല്ലാം പ്രശ്നമായി. നമ്മൾ വൈകുന്നേരം 4 മണിക്കാണല്ലോ റിസർവേഷൻ വെച്ചത്. അതെല്ലാം പ്രശ്നമാകും.